ഗുഡ് മോർണിംഗ്. ഇന്നിതേ ഞാൻ നിങ്ങളോടൊരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്നിതേ എറണാകുളത്തിന് പോവുകയാണ്. ഇന്നലാണ് ഞാൻ ഓർത്തതെന്ന് ഈ വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന്. എന്നോട് പല പേരും ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ നാട്ടിൽ വണ്ടി ഓടിക്കുമോ എന്ന്. അതിൻ്റെ ഉത്തരം, ഞാൻ വണ്ടി ഓടിക്കും കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ UK നാട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ UK ലൈസൻസുമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസ്, അത് ഏതെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. എല്ലാ പോസ്റ്റ് ഓഫീസ്, UK പോസ്റ്റ് ഓഫീസിനും ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. നമ്മൾ നമ്മുടെ പോസ്റ്റ് കോഡ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അറിയാം എവിടെയാണ്. അവരോട് ചോദിച്ചാൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എവിടെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി തരുന്ന സംവിധാനം ഉള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന്. അവിടെ പോയി നമ്മൾ 5.5 പൗണ്ടും അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് കോപ്പി ഫോട്ടോയും പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് അന്നത്തെ ദിവസം തൊട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി തരും. അവർ നമ്മളോട് ചോദിക്കും ഏത് കൺട്രിയിലേക്കാണെന്ന്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു വർഷത്തേക്ക് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യാനുള്ള ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നറിയാമോ, നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും കേട്ടോ, ഇവിടെ വന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ നമ്മുടെ വണ്ടി നമുക്ക് സേഫ് ആണോ ഇല്ലയോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ കേട്ടോ. നമ്മളെ ദൈവം വിളിച്ച സമയം അടുത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വഴി കൂടെ നടന്നാൽ മതി കേട്ടോ. നമ്മുടെ തലയിലോട്ട് തെങ്ങിന്ന് തേങ്ങയോ അല്ലെ മൂളി പോകുന്ന പറക്കുന്ന ഫ്ലൈറ്റോ നമ്മുടെ ദേഹത്ത് വീണ് വിധി അങ്ങനെ പൂർത്തീകരിക്കും കേട്ടോ. ഇതൊക്കെ ഒരു ബലമല്ലേ, ഒരു ശക്തിയല്ലേ. ശരിക്കും പറഞ്ഞൊരു വിശ്വാസവും ധൈര്യമൊക്കെ ആട്ടോ എന്നെ ഈ വണ്ടി ഓടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ ആശ്രയിക്കും. ആ കുരിശ് കയ്യിൽ പിടിച്ചിട്ട്, ഈശോയെ നീ എന്നെ വഴി നടത്തണമേ, മുകളിലും മുന്നിലും പുറകിലും എൻ്റെ താഴെ എന്നൊക്കെ ഒരു അപകടങ്ങളൊന്നും വരുത്താതെ എന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് തിരിച്ചിവിടെ വരുന്നിടം വരെ നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോകും കേട്ടോ. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോകുന്നു പക്ഷേ നിനക്ക് ഞാൻ സഹായകനെ തരുന്നു. ആ സഹായകനെ ഞാൻ വിളിച്ചാൽ കേട്ടോ പോകുന്നത്. ആ വിശ്വാസമാണ് കേട്ടോ എനിക്കുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു ധൈര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കേണ്ട എന്നറിയാം, നമുക്ക് സ്വന്തമായിട്ട് നാട്ടിലോ അവിടെയോ ഒക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻസ്, ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. നമുക്ക് ചെറിയ സമയമല്ലേ നമുക്ക് നാട്ടിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാക്സിമം അതിനെ ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാന്നേ, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ സമയത്തിന് മുമ്പ് വിളിക്കുകയല്ല കേട്ടോ. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളോട് നിറവേറ്റാനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുത്ത് നാട്ടിൽ വണ്ടി ഓടിക്കുക കേട്ടോ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.